ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ഒരു ബോസ് ഐൻസ്റ്റീൻ അല്ലെങ്കിൽ ഐഡിയൽ ബോസ് സിസ്റ്റത്തിലെ തെർമോഡൈനാമിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതാണ് നമ്മൾ ലാസ്റ്റ് ദിവസം ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ സിസ്റ്റത്തിൽ തന്നെയുള്ള ഫീൽഡ് ഓഫ് സൗണ്ട് വേവ്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്, ലൈറ്റാണ് അല്ലേ. അതേപോലെ സൗണ്ട് വേവ്സിൻ്റെ കണ്ടീഷനും കൂടി, സൗണ്ട് വേവ്സിൻ്റെ കാര്യം കൂടിയാണ് ഇനി അടുത്ത ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ പ്രധാനമായിട്ട് നമ്മളുള്ളത് രണ്ട് ട്രീറ്റ്മെൻറ്റ്, എങ്ങനെയാണ് പ്ലാങ്ക് എങ്ങനെ കൺസിഡർ ചെയ്തു, ബോസും ഐൻസ്റ്റീൻ എങ്ങനെ കൺസിഡർ ചെയ്തു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ്, പ്രധാനമായിട്ടും സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, സിഗ്മ ടി റേസ് ടു 4 എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് റേഡിയേഷൻ പെർ യൂണിറ്റ് ഏരിയ, അതിൻ്റെ എക്സ്പ്രഷൻ അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നുള്ള കാര്യം, അതേപോലെ പ്രഷറും എനർജി ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, സ്പെസിഫിക് ഹീറ്റിൻ്റെ റിലേഷൻ, ഇത് ദിസ് ഇസ് ഒബ്റ്റെയിൻഡ് യൂസിങ് ക്യൂ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ റിലേഷനിലൊക്കെ എത്തിയത്. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഐഡിയൽ ബോസ് സിസ്റ്റത്തിലെ കണ്ടീഷൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു എക്സാമ്പിളാണ് ബോസ് സിസ്റ്റത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ പറയാം. ഫോട്ടോൺസിൻ്റെ കണ്ടീഷൻ, ഫോട്ടോൺസ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ എ ബ്ലാക്ക് ബോഡി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ സൗണ്ട് വേവ്സിൻ്റെ കാര്യം കൂടി. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് സൗണ്ട് അല്ലേ. സൗണ്ട് ഉണ്ടാകുന്നത് നമ്മളെ ഒരു മെറ്റീരിയലിൽ ഇരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ലാറ്റിസ് വൈബ്രേഷൻസ്. ഈ ഒരു സോളിഡ് ആണെങ്കിൽ, നമ്മളിപ്പോൾ സോളിഡിന് മുകളിലൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ലാറ്റിസിലുള്ള ആറ്റങ്ങളുടെ വൈബ്രേഷൻ, ഓസിലേഷനാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻ ഓർ ഓസിലേഷനാണ് ഈ സൗണ്ട് ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ ലാറ്റിസ് വൈബ്രേഷൻസ്, അതേപോലെ സൗണ്ടിൻ്റെ ക്വാണ്ട, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോണോൺസ്. ലൈറ്റിൻ്റെ ഫോട്ടോൺ എന്ന് പറയുന്ന പോലെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോട്ടോൺ എന്ന് പറയുന്ന പോലെ തന്നെ ദ ക്വാണ്ട ഓഫ് സൗണ്ട് വേവ്സ് ഈസ് നോൺ ആസ് ഫോണോൺസ്. അപ്പോൾ ഈ ഫോണോൺസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് പറയുന്നതാണ് ഫീൽഡ് ഓഫ് സൗണ്ട് വേവ്സിലുള്ളത്. ഇവിടെ ഫോണോൺ എന്ന് പറയുന്നതും ഒരു ഇൻ്റഗ്രൽ സ്പിന്നുള്ള അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ വരുന്ന ഒരു ബേസിക് എലമെൻ്ററി പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഫോണോൺസിനെ നമുക്ക് എന്തിലും ഉൾപ്പെടുത്താം, ബോസോൺസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു വിഭാഗമാണ് ഫോണോൺസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഐഡിയൽ ബോസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ അത് തന്നെയാണ് എന്തും വരുന്നത്, സൗണ്ട് വേവ്സിൻ്റെ കുറിച്ചുള്ള അതിൻ്റെ സൗണ്ട് വേവ്സിൻ്റെ ഫീൽഡ്, അതിൻ്റെ തെർമോഡൈനാമിക്സ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നതും ബോസോൺസിൻ്റെ അതേ തിയറി യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇത് ആ ഒരു കണ്ടീഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൗണ്ട് വേവ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സൗണ്ട് വേവ്സിൽ എങ്ങനെയാണ് ഇത് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതിൽ രണ്ട് മോഡലാണ് നമുക്ക് കാര്യമായിട്ടുള്ളത്, ഐൻസ്റ്റീൻ മോഡലും ഡിബേ മോഡലും. രണ്ട് മോഡലാണ് അതിൽ കാര്യമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് സോളിഡ്. സോളിഡിലെ ആറ്റങ്ങളുടെ വൈബ്രേഷനാണ് സൗണ്ടിൻ്റെ കാരണം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് നമ്മൾ രണ്ട് ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് പറഞ്ഞിരുന്നു. ഒന്ന് പ്ലാങ്കിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒന്ന് ബോസ് ഐൻസ്റ്റീൻ്റെ. ദാറ്റ് ഈസ് ആസ് ആൻ ഹാർമോണിക് ഓസിലേറ്റർ ഓർ ആസ് ഫോട്ടോൺ ഗ്യാസ് അല്ലേ. ക്യാവിറ്റി, ബ്ലാക്ക് ബോഡിയുടെ ക്യാവിറ്റി എന്ന് പറയുന്നത് ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററുകളുടെ കൂട്ടമായിട്ടും അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ ഗ്യാസിന് രണ്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെയും ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ദാറ്റ്സ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് സോളിഡ്. സോളിഡിനെ കുറിച്ചാണ്, സോളിഡിൻ്റെ വൈബ്രേഷൻ മോഡാണ് സൗണ്ട് അല്ലേ. വൈബ്രേഷണൽ മോഡ്സ് ഓഫ് സോളിഡ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആസ് എ കളക്ഷൻ ഓഫ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ്. നേരത്തെ പോലെ തന്നെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കണക്ഷനായിട്ടും അല്ലെങ്കിൽ
എ ഗ്യാസ് ഓഫ് സൗണ്ട് ക്വാണ്ട. സൗണ്ട് ക്വാണ്ട എന്ന് പറയുന്നത് എന്താണ്? ഫോണോൺസ്. ഫോണോൺ ഗ്യാസ് ആയിട്ടും രണ്ട് രീതിയിൽ തന്നെ ഇവിടെയും കൺസിഡറേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പോലെ തന്നെ എടുക്കുക, മറ്റൊന്ന് ഇറ്റ് ഈസ് ദ സോളിഡ് ഈസ് ഫിൽഡ് വിത്ത് എ ഫോണോൺ ഗ്യാസ്. ഈ ഒരു അസംഷനിലാണ്, രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമുക്കറിയാം ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ എനർജി, സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് അല്ലേ. സോ വി ആർ കൺസിഡറിങ് എ സോളിഡ് വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് n non-interacting particles and they are bounded with a center of forces, bound to a center of forces, തമ്മിലൊരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി ഓർ ഹാമിൽട്ടോണിയൻ ഈസ് ഗിവൺ ബൈ, ഹാമിൽട്ടോണിയൻ്റെ എക്സ്പ്രഷൻ എന്താണ് വരുന്നത്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ദാറ്റ് ഈസ് ഹാഫ് mv² പ്ലസ് ഹാഫ് kq². ഇൻ ടേംസ് ഓഫ് ഓസിലേറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇതാണ് വരിക. h is equal to സം ഓവർ i is equal to 1 to 3. 1 to 3 എന്ന് എടുക്കാനുള്ള കാരണം ഇവിടെ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഹാമിൽട്ടോണിയനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സം ഓവർ i is equal to 1 to 3 pi²/2m. 3 ഡയമെൻഷൻ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. pi²/2m പ്ലസ് സം ഓവർ i is equal to 1 to 3 ഹാഫ് kqi². ഇവിടെ 1 to 3 എന്ന് പറയുന്നത് 3 മൊമെൻറ്റം കോർഡിനേറ്റ്സിൻ്റെ കണ്ടീഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ 3 പൊസിഷൻ കോർഡിനേറ്റിൻ്റെ കണ്ടീഷനുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ത് സ്പേസ് ആണ്? ദിസ് ദ ഫേസ് സ്പേസ് കോൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ 3 പൊസിഷൻ കോർഡിനേറ്റ് ആൻഡ് 3 മൊമെൻറ്റം കോർഡിനേറ്റ്സ് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 3n പൊസിഷൻ കോർഡിനേറ്റ്സും വരും, 3n മൊമെൻറ്റം കോർഡിനേറ്റ്സും വരും അല്ലേ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇതാണ് ഇക്വിപാർട്ടീഷൻ തിയറം. ഇക്വിപാർട്ടീഷൻ തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇക്വിപാർട്ടീഷൻ തിയറം പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അതാണ് നമ്മൾ ഇക്വിപാർട്ടീഷൻ തിയറത്തിൽ പറയുന്നത് അല്ലേ. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും എനർജി ഉണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ എഴുതിയിട്ടുണ്ടാവും എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ഹാഫ് എഫ് kT ആണ് നമ്മുടെ എനർജി വരിക അല്ലേ, ടോട്ടൽ എനർജി വരിക. ഒരു സിസ്റ്റത്തിന് ഹാഫ് kT, അല്ല ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഹാഫ് kT ആണ് കൊടുക്കുന്ന എനർജി വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിംഗിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് 3 പൊസിഷൻ ആൻഡ് 3 മൊമെൻ്റ് കോർഡിനേറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഒരു പാർട്ടിക്കിളിന് ഉള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനർജി എത്രയാണ് വരിക? ഇറ്റ് ഈസ് 6 into ഹാഫ് kT. ഹാഫ് kT ആണ് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഉണ്ടാകുന്ന എനർജി, ഈക്വലൻ്റ് ആയിട്ട് കിട്ടുന്ന എനർജി അല്ലേ. അപ്പോൾ അങ്ങനെ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 6 into ഹാഫ് kT, ദാറ്റ് ഈസ് 3 kT ആണ് ഒരു സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ എനർജി വരുന്നത്. n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 3n kT. ക്ലിയർ അല്ലേ? അപ്പോൾ എനർജി നമുക്ക് കിട്ടി ഈസ് ഈക്വൽ ടു 3n kT. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ദാറ്റ് ഈസ് എന്താണ്? നത്തിങ് ബട്ട് ഡോ ബൈ ഡോ ടി ഓഫ് എനർജി. CV ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് എനർജി അല്ലേ. എനർജി എന്താ? 3n kT ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് 3n kT എന്ന് പറഞ്ഞാൽ 3യും n ഉം kയും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ 3nk CV ഈസ് ഈക്വൽ ടു 3nk എന്ന് കിട്ടും, അല്ലെങ്കിൽ 3R എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് എ വാല്യൂ 24.93 ജൂൾസ് പെർ മോൾ പെർ ഡിഗ്രി. ഇതാണ് CV സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ കിട്ടുന്നത്. ആൻഡ് ദിസ് ലോ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. CV ഈസ് ഈക്വൽ ടു 3R എന്ന് പറയുന്നത് ഒരു ഡ്യൂലോങ് പെറ്റിറ്റ്സ് ലോ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഡ്യൂലോങ് പെറ്റിറ്റ്സ് ലോ. ദിസ് ഇസ് മെനി ടൈംസ് അപ്പിയർഡ് ഇൻ തെർമോഡൈനാമിക്സിലൊക്കെ വരുന്ന റിലേഷനാണ്. CV ഈസ് ഈക്വൽ ടു 3nk or 3R വിച്ച് ഈസ് നോൺ ആസ് ഡ്യൂലോങ് പെറ്റിറ്റ് ലോ. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നോക്കുക. ഇത് ഏത് സോളിഡ് ആയാലും ഇനി എത്ര ടെമ്പറേച്ചർ വന്നാലും ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്തായാലും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എപ്പോഴും എന്താ കിട്ടുന്നത്? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് പറയുന്നത് അല്ലേ. ഏത് സോളിഡ് ആയിക്കോട്ടെ അതേപോലെ ടെമ്പറേച്ചർ എത്ര ആയിക്കോട്ടെ നമുക്ക് കിട്ടുന്ന വാല്യൂ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഐ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ലേ. n എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിളും k എന്ന് പറയുന്ന ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് R വിച്ച് ഇസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് the value of specific heat capacity. Okay, so
ഇപ്പോൾ സി വി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളെ ഇക്വിപാർട്ടീഷൻ തിയറവും അതൊക്കെ വെച്ച് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ. പക്ഷെ ആക്ച്വൽ സിറ്റുവേഷനിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഡോ ബൈ ഡോ ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ ഡോ ബൈ ഡോ ടി ചെയ്തപ്പോൾ ടി എന്ന് പറയുന്ന ടേം തന്നെ ആബ്സെൻ്റ് ആയിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ റിയൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത സമയത്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വരുന്നത് ഇൻ ദ കേസ് ഓഫ് സോളിഡ്. നമ്മുടെ എല്ലാ സോളിഡ്സിനും ഏതെടുത്താലും ആ സോളിഡിൻ്റെ ഏത് ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. സോ വി ഹാവ് ടു ഇംപ്രൂവ് ദിസ് എറർ, വി ഹാവ് ടു റിമൂവ് ദിസ് എറർ. കാരണം ഇവിടെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ഫോർ ഓൾ സോളിഡ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയല്ല ആക്ച്വലി കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എറർ റിമൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു സിസ്റ്റം, ഒരു സോളിഡ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് ദാറ്റ് സോളിഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് n number of atoms and whose position in space are specified by coordinates x1, x2, x3, etc. 3n അല്ലെ. പൊസിഷൻ കോർഡിനേറ്റ് വരുമ്പോൾ 3n പൊസിഷൻ കോർഡിനേറ്റുകൾ വേണ്ടി വരും. n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ x1, x2, x3, etc. x3n ആണ് അതിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുന്ന, പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്ന കോർഡിനേറ്റ്സ്. ഓക്കെ. ആൻഡ് അതിൻ്റെ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ലോവസ്റ്റ് എനർജി അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള കണ്ടീഷനിൽ വരുന്ന വാല്യൂസ് ആണ് x1 ബാർ, x2 ബാർ ഓർ x3 ബാർ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് x3n ബാർ എന്ന് പറഞ്ഞ ലെറ്ററിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ഓഫ് ലോവസ്റ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, നമ്മളൊരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മൂവ്സ് ഓൺ ടു സൈഡ്സ് അല്ലെ, രണ്ട് സൈഡിലേക്ക് അത് മൂവ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കായിട്ട് എവിടെയെങ്കിലും ആയിട്ട് അതിനൊരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവും. ആ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് അതിൻ്റെ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് വരിക. ആ സ്റ്റേറ്റിൽ വരുമ്പോഴുള്ള എനർജിയുടെ അല്ലെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ്സ്, ആ ലോവസ്റ്റ് എനർജി പൊസിഷനാണ് എന്ത് കാണിക്കുന്നത്, x1 ബാർ, x2 ബാർ, x3 ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നു. മുകളിൽ ബാർ സിമ്പിൾ കാണിച്ചിട്ട് വരുന്നത് അതാണ്. ഓക്കെ. നമ്മൾ പറഞ്ഞു സൗണ്ട് ഉണ്ടാവണമെങ്കിൽ ലാറ്റിസിലുള്ള ആറ്റങ്ങളുടെ വൈബ്രേഷനാണ്. വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ഇൻസ്റ്റൻറ്റും അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ആറ്റം ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ആറ്റത്തിൻ്റെ പൊസിഷൻ xi ആണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ഗിവൺ ബൈ xi ബാർ. ഓക്കെ. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ xi ബാർ ആണ്. അത് നമ്മൾ നോക്കുമ്പോൾ കറണ്ട് പൊസിഷൻ xi ആണ്. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ. അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. and that is given by xi minus xi bar. ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. xi minus xi bar ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. xi is its present position and xi bar is its equilibrium position. ഓക്കെ. അതിൻ്റെ ലോവസ്റ്റ് എനർജി പൊസിഷൻ ആണ് xi bar. അപ്പോൾ ആ xi minus xi bar ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് equilibrium position. and this displacement xi minus xi bar is simply replaced by സീറ്റ ഐ. സീറ്റ ഐ എന്ന് പറയുന്ന പേര് വെച്ചിട്ടാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്തിരുന്നത്. ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ സീറ്റ ഐ. ദാറ്റ് ഈസ് സീറ്റ ഐ ഈസ് ഈക്വൽ ടു xi മൈനസ് xi ബാർ ആണ് വരുന്നത്. ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര 3n നമ്പർ അല്ലേ. എത്രയാണ് പൊസിഷനിൽ വരുന്നത്, എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ അത്രയും കോർഡിനേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ 3n വരെയുള്ള വേരിയേഷൻ ഐക്ക് വരുന്നതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി വി നോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി ആയിട്ട് പറയുന്നത് അല്ലേ. സോ യു ക്യാൻ റീപ്ലേസ് ദിസ് ആസ് ഹാഫ് എം സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 3n സീറ്റ ഐ ഡോട്ട് സ്ക്വയർ. സീറ്റ ഐ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സീറ്റ ഐ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, d/dt ഓഫ് xi മൈനസ് xi ബാർ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ചിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഹാഫ് എം സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to 3n സീറ്റ ഐ ഡോട്ട് സ്ക്വയർ ആണ് നമ്മുടെ കൈനറ്റിക് എനർജി വരുന്നത്. ഓക്കെ. നൗ വാട്ട് ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിനൊരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്. ഇറ്റ് ഈസ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ നമ്മൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇക്വിലിബ്രിയത്തിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയത്തിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂവിന് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഒരു റിലേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ
phi which is approximately equal to phi of xi. കറണ്ട് പൊസിഷനിൽ വരുന്ന പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് phi എന്ന് പറയുന്ന സിമ്പിളിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. phi of xi is equal to phi of xi bar. xi bar എന്ന് പറയുന്നത് ഏത് പൊസിഷനാണ്? അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതിന് വരുന്ന ചേഞ്ചുകൾ, ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് എത്ര ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കുറേ പാർട്ടിക്കിളുകളുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിനെ ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഇപ്പുറത്തൊക്കെ കുറേ പാർട്ടിക്കിളുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റിനെ അവരൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ജെ എന്ന് പറയുന്ന ഒരു അഡീഷണൽ കോർഡിനേറ്റും കൂടി ഇതിൽ എക്സ്പ്രഷനിൽ വരുന്നുണ്ട്. ഹയർ ഓർഡർ പവേഴ്സ് നമ്മൾ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ phi of xi is equal to phi of xi bar plus summation over I is equal to dou phi by dou xi, which is around xi is equal to xi bar. That is equilibrium പൊസിഷൻ്റെ അടുത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ച് dou phi by dou xi at xi is equal to xi bar into xi minus xi bar. ഇങ്ങനെ ടേം ഉണ്ട്. പ്ലസ് ഹാഫ് സമ്മേഷൻ ഓവർ ഐ ഇസ് ഈക്വൽ ടു ഐ കോമ ജെ, സമ്മേഷൻ ഓവർ ഐ കോമ ജെ വരുന്നുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഐ ഇൻറ്റു ഡോ എക്സ് ജെ, ഡോ എക്സ് ഐ ഇൻറ്റു ഡോ എക്സ് ജെ ആണ് വരുന്നത്. എക്സ് ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ ബാർ, എക്സ് ഐ മൈനസ് എക്സ് ഐ ബാർ ഇൻറ്റു എക്സ് ജെ മൈനസ് എക്സ് ജെ ബാർ പ്ലസ് എക്സെട്ര എന്ന് പോകുന്നു. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി. ഈ എക്സ്പ്രഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. phi of xi is equal to phi of xi bar plus summation over I is equal to I dou phi by dou xi at xi equal to xi bar into xi minus xi bar plus half sum over I comma j dou square phi by dou xi into dou xj into xi minus xi bar into xj minus xj bar plus etc. ഇതിലെ ഫസ്റ്റ് ടേം നമ്മൾ പറഞ്ഞു ഡോ ഫൈ ഓഫ് എക്സ് ഐ ബാർ, ഡോ അല്ല ഫൈ ഓഫ് എക്സ് ഐ ബാർ ആണ് അതിൻ്റെ ഫസ്റ്റ് ടേം. ഇതിലെ എക്സ്പ്രഷനിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ടേമും ഇതാണ്, ഫൈ ഓഫ് എക്സ് ഐ ബാർ. ഇതെന്താണ് നമ്മൾ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് ദി എനർജി ഓഫ് സോളിഡ് വെൻ ഓൾ ആറ്റംസ് ആർ അറ്റ് റെസ്റ്റ് ഓർ അറ്റ് ദെയർ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിലാണ് എല്ലാ പാർട്ടിക്കിളും റെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഓസിലേഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ആ വാല്യൂ ആണ് എന്ത്? ഫൈ ഓഫ് എക്സ് ഐ ബാർ. അവിടുന്ന് നമ്മൾ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻ ഒക്കെ മാറില്ലേ? ഈ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിക്ക് വരുന്ന ചേഞ്ചുകളാണ് ഈ അഡീഷണൽ ടേമുകളായിട്ട് വരുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഈ എക്സ് ഐക്ക് വരാവുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എനർജിക്ക് വരാവുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈ ഓഫ് എക്സ് ഐ ബാർ ആയിരിക്കും. അതിൻ്റെ റെസ്റ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 50 എന്ന് പറയുന്നതായിട്ടാണ് ഈ ഫൈ ഓഫ് എക്സ് ഐ നമ്മൾ ഇനി വരുന്ന സ്റ്റെപ്പിൽ 50 എന്നായിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഐ ബാർ. ഓക്കെ, ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് ഹാസ് എ മിനിമം അറ്റ് എക്സ് ഐ ഈസ് ഈക്വൽ ടു എക്സ് ഐ ബാർ. ഈ ഫംഗ്ഷൻ ഏറ്റവും മിനിമം വരുന്നത് എപ്പോഴാണ്? എക്സ് ഐയും എക്സ് ഐ ബാറും ഈക്വൽ ആകുമ്പോൾ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും അല്ലേ? എക്സ് ഐയും എക്സ് ഐ ബാറും ഈക്വൽ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊസിഷനായി? നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൊസിഷനും ഇക്വിലിബ്രിയം പൊസിഷനും ഒന്നാവുക എന്നാണ് അർത്ഥം. ഇക്വിലിബ്രിയം പൊസിഷനാണ് അതിൻ്റെ മിനിമം എനർജി കണ്ടീഷൻ. അപ്പോൾ എക്സ് ഐയും എക്സ് ഐ ബാറും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ മിനിമം കണ്ടീഷൻ എത്തി എന്നാണ് അർത്ഥം. മിനിമം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരിക? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുകയാണ് ചെയ്യുന്നത്. മിനിമം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ദെൻ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കുകയും ചെയ്യും അല്ലേ? ഫസ്റ്റ് മിനിമത്തിൻ്റെ കണ്ടീഷനുകൾ പഠിച്ച് ശ്രദ്ധിച്ച് കാണാം. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം ആൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിൽ ഗോസ് ടു 0 ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മിനിമത്തിൻ്റെ മാക്സിമത്തിൻ്റെ കണ്ടീഷൻ, ആ കണ്ടീഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് മുഴുവൻ, ദാറ്റ് ഈസ് എക്സ് ഐ ഈക്വൽ ടു എക്സ് ഐ ബാർ എന്ന് പറയുന്ന മിനിമം കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് മുഴുവൻ എന്തായിരിക്കും? ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ? എക്സ് ഐ ഈക്വൽ ടു എക്സ് ഐ ബാർ, എക്സ് ഐ ഈക്വൽ ടു എക്സ് ഐ ബാർ എന്നല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത് കണ്ടീഷനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് മുഴുവൻ എന്തായിരിക്കും? ക്യാൻസൽ ചെയ്ത് പോകും, അല്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു സീറോ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് വരുന്ന ടേമുകളൊക്കെ 0 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ അറ്റ് എക്സ് ഐ ഈക്വൽ ടു എക്സ് ഐ ബാർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ജെയ്ക്കും ഐയുടെ വാല്യൂ ഏതൊക്കെ ആയിക്കോട്ടെ, ഐ എന്ന് പറഞ്ഞാൽ 1 മുതൽ 3n വരെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അത് എല്ലാ പാർട്ടിക്കിളിനും എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ
നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ പിന്നെ എന്തായിട്ട് മാറും, ഈ ഫസ്റ്റ് ഓർഡർ ടേം 0 ആയിട്ട് മാറി. അപ്പോൾ ബാക്കിയുള്ള എന്താ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ phi of xi bar നമ്മൾ പറഞ്ഞു phi 0 ആണ് കൊടുത്തത്. Now replace this half dou square phi by dou xi dou xj, half dou square phi by dou xi dou xj at xi is equal to xi bar എന്നുള്ളതിന് പകരം ആൽഫ ഐ ജെ എന്ന് പറയുന്നൊരു സിമ്പൽ വെച്ച് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ ദി സിംപ്ലിസിറ്റി. ഇങ്ങനെ വലിച്ചു വാരി എഴുതാണ്ടിരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ half dou square phi by dou xi into dou xj at xi is equal to xi bar is approximately or replaced with the term alpha ij. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ എക്സ്പ്രഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നോക്കുക. phi 0 പ്ലസ് സമ്മേഷൻ ഓവർ ഐ കോമ ജെ ഉണ്ട്, സമ്മേഷൻ ഓവർ ഐ കോമ ജെ ഉണ്ട്. ആൽഫ ഐ ജെ ഹാഫ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഐ ഡോ എക്സ് ജെ അറ്റ് എക്സ് ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ പറഞ്ഞിട്ട് ഇത്രയും ടേമാണ്. നോക്കുക, നിങ്ങൾ ആ കേഴ്സർ മൂവ് ചെയ്യാൻ നോക്കുക. ഹാഫ് ഇങ്ങനെ സമ്മേഷൻ ഇല്ല, ഈ ടേം ഉണ്ടല്ലോ, ഇത്രയും ടേമിന് പകരമാണ് എന്ത് ആൽഫ ഐ ജെ വരുന്നത്. എക്സ് ഐ മൈനസ് എക്സ് ഐ ബാർ എന്താണ് പൊസിഷൻ, ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ പൊസിഷനിൽ സംഭവിച്ച ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് സീറ്റ ഐ അല്ലേ. അതുപോലെ എക്സ് ജെ മൈനസ് എക്സ് ജെ ബാറിന് പകരം സീറ്റ ജെ എന്നും കൊടുക്കാം. അപ്പോൾ phi 0 പ്ലസ് സമ്മേഷൻ ഓവർ ഐ കോമ ജെ ആൽഫ ഐ ജെ സീറ്റ ഐ സീറ്റ ജെ ആണ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്താണ്, ഹാഫ് എം സീറ്റ ഐ ഡോട്ട് സ്ക്വയർ, സമ്മേഷൻ ഓവർ ഐ ഹാഫ് എം സീറ്റ ഐ ഡോട്ട് സ്ക്വയർ. അപ്പോൾ ഹാമിൽട്ടോണിയൻ എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു phi 0 അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഹാഫ് ഐ സമ്മേഷൻ ഓവർ ഐ ഹാഫ് എം സീറ്റ ഐ ഡോട്ട് സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓവർ ഐ കോമ ജെ ആൽഫ ഐ ജെ സീറ്റ ഐ സീറ്റ ജെ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഹാമിൽട്ടോണിയൻ. ഇവിടെ നമ്മുടെ കോർഡിനേറ്റ്സ് എന്തിൻ്റെ ഫോമുല, സീറ്റ ഐ സീറ്റ ജെ എന്നുള്ള ഫോമുല. സോ വി ക്യാൻ മേക്ക് എ ലീനിയർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ഇതിൽ നിന്നും കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്താം. ദാറ്റ് ഈസ് സീറ്റയ്ക്ക് പകരമൊക്കെ ക്യൂ എന്നുള്ള നോർമൽ കോർഡിനേറ്റ്, എന്താ പറയുക, ജനറലൈസ്ഡ് കോർഡിനേറ്റിലെ ഫോർമാറ്റിലേക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നടത്തുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനൊക്കെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറെ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ ക്രോസ് ടേംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഐ വരുമ്പോൾ അതിൻ്റെ കൂടെ ഐയും ജെയും കൂടി വരുന്നൊരു ടേം വരാൻ പാടില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് കിട്ടുന്ന മെട്രിക്സ് ഹാമിൽട്ടോണിയൻ ആണെന്ത് phi 0 പ്ലസ് സം ഓവർ ഐ ഹാഫ് എം, ഹാഫ് എം ഈസ് കോമൺ ഫോർ ബോത്ത്, ക്യു ഐ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ഒമേഗ ഐ സ്ക്വയർ പ്ലസ് ക്യു ഐ സ്ക്വയർ. അപ്പോൾ ഈ ആൽഫ ഐ ജെക്കൊക്കെ പകരം വരുന്നൊരു ടേമാണ് ഹാഫ് എം. ജസ്റ്റ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സ്പ്രഷനാണ്. എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് കെ ക്യൂ സ്ക്വയർ എന്ന് പറയാറില്ലേ. കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ആ ഒരു എക്സ്പ്രഷൻ്റെ ഫോമിലേക്ക് തന്നെയാണ് ഇത് കിട്ടുന്നത്, സിൻസ് വി ആർ കൺസിഡറിങ് ഇൻ ടേംസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ കിട്ടുന്നത് phi 0 പ്ലസ് ഹാഫ് സമ്മേഷൻ ഓവർ ഐ ഹാഫ് എം ക്യു ഐ ഡോട്ട് സ്ക്വയർ പ്ലസ് ഒമേഗ ഐ സ്ക്വയർ ക്യു ഐ സ്ക്വയർ. ഇവിടെ ക്യു ഐ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ നോർമൽ കോർഡിനേറ്റ് എന്നുള്ള പേരിലാണ് കിട്ടുന്നത്. ക്യു ഐ ഡോട്ട് ഇസ് നോർമൽ വെലോസിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഹാമിൽട്ടോണിയൻ. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹാമിൽട്ടോണിയൻ എന്നുള്ളതിൽ phi 0 എന്താണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം, ഈ ടേം വരുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ ഉള്ള 3n നോൺ ഇൻട്രാക്ടിങ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ഉള്ളത് കൊണ്ടും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടാണ്. അതിൻ്റെ അഡീഷണൽ അതിൻ്റെ ദാറ്റ് ഈസ് ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ട്, അതിൻ്റെ ഓസിലേഷൻ കൊണ്ട് വന്ന ടേമാണ് ഈ വരുന്ന ബാക്കിയുള്ള ടേമുകളൊക്കെ. ഇക്വേഷൻ നമ്പർ 7 phi 0 ഒഴികെയുള്ള ബാക്കി എല്ലാ ടേമുകളും ഇസ് അറൈസ് ഡ്യൂ ടു ദ ലാറ്റിസ് വൈബ്രേഷൻ. അതുകൊണ്ട് എന്ത് സൗണ്ട് വേവ് ആയിട്ട് മാറുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ അറ്റോമിക് ഇൻട്രാക്ഷൻസ് അല്ലെ. ഇതിൻ്റെ ഈ മോളിക്യൂളിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻട്രാക്ഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. സോ ഹാമിൽട്ടോണിയൻ ഈസ് ഗിവൺ ബൈ phi 0 പ്ലസ് ഹാഫ് എം, സമ്മേഷൻ ഉണ്ട്, സമ്മേഷൻ ഓവർ ഐ ഹാഫ് എം ക്യു ഐ ഡോട്ട് സ്ക്വയർ പ്ലസ് ഒമേഗ ഐ സ്ക്വയർ ക്യൂ സ്ക്വയർ. ഇവിടെ ഒമേഗ ഐ എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസിയാണ്, ക്യാരക്ടറിസ്റ്റിക്
ഫ്രീക്വൻസിയാണ് ഓഫ് നോർമൽ മോഡ്സ് ഓഫ് ദി സിസ്റ്റം. ഈ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ആംഗുലാർ ഫ്രീക്വൻസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ.